രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFഉം സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് CSIR നെറ്റ് പോലെയുള്ള SSC പോലെയുള്ള കേരള PSC പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിൽ വളരെയധികം സമയം ലാഭിച്ചെടുക്കാനായിട്ട് കഴിയും. സോ ഇന്ന് നമ്മൾ ആ ടോപ്പിക്കാണ് വളരെ സിമ്പിളായി പഠിച്ചെടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അത് ബേസായി വരുന്ന LCM ആൻഡ് HCF ആണ് ഡിസ്കസ് ചെയ്ത് പഠിച്ചെടുക്കാൻ പോകുന്നത്. സോ എന്താണ് സിംപ്ലി എന്താണ് HCF ആൻഡ് LCM എന്ന് നോക്കാം. ഈ LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. HCF ആണല്ലോ അത് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. കോമൺ ഫാക്ടർ. ഈ പേര് വലുതായി കിട്ടിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമുക്ക് രണ്ട് നമ്പേഴ്സ് എടുക്കാം. രണ്ട് നമ്പേഴ്സ് ആണ് 12 ആൻഡ് 18 എന്നിങ്ങനെ രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കാം. ഈ 12നെ എനിക്ക് ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രൊഡക്ട്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയും? ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 12ന് എനിക്ക് 1 into 12 എന്ന് എഴുതാം. അതേപോലെ 2 into 6 എന്ന് എഴുതാം. 3 into 4 എന്നും എഴുതാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സ് ആയിരിക്കും 12ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 12ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6 and 12 ആണ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് 18ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 18 എനിക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? 1 into 18 എന്ന് എഴുതാം. 2 into 9 എന്ന് എഴുതാം. 3 into 6 എന്ന് എഴുതാം. അങ്ങനെയാണ് അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 6, 9 and 18 എന്നാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുക. ഫാക്ടേഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിലേ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ ഏതാ? 6 ഉണ്ട് അല്ലേ? അപ്പൊ ഇതിനെ എനിക്ക് കോമൺ ഫാക്ടേഴ്സ് എന്ന് എഴുതാം അല്ലേ? കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2ഉം 3ഉം 6ഉം. ഇതിൽ ഏറ്റവും വലുത് ഏതാ? ഏറ്റവും ഹൈയസ്റ്റ് ഏതാ? പെട്ടെന്ന് തന്നെ നമുക്ക് പിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 6 ആണ്. അപ്പൊ ഇതിന്റെ ഹൈയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 6 ആണ്. അതിനെയാണോ നമ്മൾ HCF എന്ന് പറയുക? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ അല്ലേ? അതാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുത്. ഇനി എന്താണ് LCM എന്ന് നോക്കാം. നോക്കോളെ. ഇപ്പൊ 12ഉം 18ഉം ഇതിന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? 12ന്റെ മൾട്ടിപ്പിൾസ് ആണ് 12, 24, 36, പിന്നെ 48, പിന്നെ ഇത് വരും 60 and 72. 18ന്റെ ആണെങ്കിലോ 18, 36, 54, പിന്നെ ഏത് വരും? 72 വരും. ഇനി നിങ്ങൾ പറഞ്ഞേ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഇതിനെയൊക്കെ എന്താ പറയുക? നമ്മൾ മൾട്ടിപ്പിൾസ് എന്നാണേ പറയാ. അപ്പൊ ഇവിടെയുള്ള കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? ഒന്ന് ഏതാ? ഒന്നെന്ന് പറയുന്നത് 36 ആണ് അല്ലെ? 36 ആണ്. രണ്ടാമത്തെ ഏതാ? രണ്ടാമത്തെ എന്ന് പറയുന്നത് 72 അല്ലേ? അല്ലേ? ഓക്കെ. അങ്ങനെയാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 36 അല്ലേ? അപ്പൊ അതിനെ ചെറുത് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അതിനെ ലീസ്റ്റ് എന്ന് വിളിച്ചോട്ടെ. അപ്പൊ അത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആവില്ലേ? അപ്പൊ അത് LCM എന്ന് നമ്മൾ വിളിക്കും അതിനെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതിവിടെ എത്രയാ? 36 ആണ്. അപ്പൊ ഇതാണ് HCFഉം LCMഉം സിമ്പിൾ ആയിട്ട് അതിന്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ കുറച്ചുകൂടി വലിയ നമ്പറാണ് നിങ്ങൾക്ക് തന്നെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ അതിന്റെ മൾട്ടിപ്പിൾസ് മൊത്തം എഴുതാൻ പറ്റുമോ?
അതിന്റെ ഫാക്ടേഴ്സ് മൊത്തം ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനൊരു ഈസി വേ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ HCFന്റെയും LCFും കണ്ടുപിടിക്കാനുള്ള ട്രിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവശ്യമാണ്. അതിന്റെ പേരാണ് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ ഒന്നുമില്ല, ഒരു നമ്പറിനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റായി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയണം. അത് ഏതൊക്കെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ കുറച്ച് സാധനം എനിക്ക് വേണ്ടി ഒന്ന് പഠിച്ചു തരണം. ഓക്കെയാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ് വളരെ ഈസിയാണ്. ഓക്കെ, ആദ്യം 2ന്റെ പവേഴ്സ് ആണ്. 2ന്റെ പവേഴ്സ് 2 റേസ് ടു 1 എന്ന് പറയുന്നത് 2 ആണ്. 2 റേസ് ടു 2 എന്ന് പറയുന്നത് 4 ആണ്. 2 സ്ക്വയർ അല്ലേ. 2 റേസ് ടു 3 അല്ലെങ്കിൽ 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 2 റേസ് ടു 4 എന്ന് പറയുന്നത് 8 into 2 16 ആണ്. 2 റേസ് ടു 5 എന്ന് പറയുന്നത് എത്രയാണ്? 32. ഇത്ര മാത്രം. 2ന്റെ പവേഴ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത 3 ആണ്. 3 റേസ് ടു 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 റേസ് ടു 1 എന്ന് പറയുന്നത് 3 ആണ്. 3 റേസ് ടു 2 എന്ന് പറയുന്നത് 9 ആണ്. 3 റേസ് ടു 3 എന്ന് പറയുന്നത് 27 ആണ്. 3 റേസ് ടു 4 എന്ന് പറയുന്നത് ഏതാണ്? 81 ആണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് 5ൻ്റെത്. 5 റേസ് ടു 1 എത്രയാ? 5 ആണ്. 5 റേസ് ടു 2 എന്ന് പറയുന്നത് 25 ആണ്. 5 റേസ് ടു 3 എത്രയായിരിക്കും? 125 ആയിരിക്കും. ലാസ്റ്റ് വൺ 7. 7 റേസ് ടു 1 എന്ന് പറയുന്നത് 7 ആണ്. 7 റേസ് ടു 2 എന്ന് പറയുന്നത് 49 ആണ്. 7 റേസ് ടു 3 എന്ന് പറയുന്നത് 343 ആണ്. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഉറപ്പിച്ചു വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നു. ഈ ഒരു കാര്യങ്ങളൊന്നൊന്ന് പഠിച്ചു വെച്ചേക്കാം. എന്നിട്ട് വീഡിയോ കാണുന്നത് തുടരുക. ഓക്കെ ആണേ? ഓക്കെ. ഇത് നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് തന്നെ എനിക്ക് പറഞ്ഞുതരാൻ കഴിയും 48നെ എങ്ങനെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റായി എക്സ്പ്രസ് ചെയ്യാം. കണ്ടോളെ, അതിനുള്ള ടെക്നിക്ക് പറഞ്ഞുതരാണ്. ആദ്യം 2ന്റെ പവേഴ്സ് കൺസിഡർ ചെയ്യാം. അതിൽ 48നേക്കാൾ ചെറിയ നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കാം. 48നേക്കാൾ ചെറിയ നമ്പർ വരുന്നത് 32 അല്ലേ. 32നെ 2 കഴിഞ്ഞ് തൊട്ടടുത്ത പ്രൈം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കഴിഞ്ഞ് തൊട്ടടുത്ത പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്പർ സിസ്റ്റത്തിന്റെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈം നമ്പേഴ്സിനെ കുറിച്ച്. ഒന്ന് ആ വീഡിയോ കണ്ടാൽ കൃത്യമായി നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഏതൊക്കെയാണ്? 2, 3, 5, 7 എക്സെട്ര. അപ്പൊ 2 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാ? 3 ആണ്. ഓക്കെ, അപ്പൊ 32നെ 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 96. അത് 48നേക്കാൾ വലുതല്ലേ? 48നേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റില്ല? 32 എടുക്കാനായിട്ട് പറ്റില്ല. തൊട്ടടുത്ത ചെറിയ നമ്പർ ഏതാ? 16. 16 ഒന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 48 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? 16 ചൂസ് ചെയ്യാം. 16 ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ. അപ്പൊ 16 അല്ലെ, 16നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 റേസ് ടു 4 ഇൻറ്റു 3 എന്ന് നമുക്ക് 48നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തേ. 24 ഒന്ന് ട്രൈ ചെയ്തേ. 24 എന്താ നമ്മൾ നോക്കേണ്ടത്? 2ന്റെ പവേഴ്സിലേക്ക് പോകുന്നു. അതിൽ 24നേക്കാൾ ചെറിയ നമ്പർ ഏതാണുള്ളത്? അതിനെ നമ്മൾ 16 കാണും അല്ലേ. പക്ഷേ 16നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 ആ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 24. അതുകൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാനാവില്ല. തൊട്ടടുത്തത് 8 ആണ്. 8നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും 24. അപ്പൊ 8നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 റേസ് ടു 3 ഇൻറ്റു 3 അല്ലെ. 24നെ നമുക്ക് എഴുതാം 2 റേസ് ടു 3 മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഇത് ഡിഫറെന്റ് നമ്പേഴ്സിന് ഡിഫറെന്റ് ഈസി ടെക്നിക്കുകൾ ഉണ്ട്. ഇപ്പോൾ ഒരു സ്ക്വയേഴ്സ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 36 എടുക്കാം. അതിന് നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. 36നെ നമുക്ക് 6 സ്ക്വയർ എന്ന് എഴുതാം. അതായത് 6 ഇൻറ്റു 6 ആണ്. ഇനി 6നെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം? 2 ഇൻറ്റു 3 അല്ലേ, മൾട്ടിപ്ലൈഡ് ബൈ അഗെയിൻ 2 ഇൻറ്റു 3.
ഇവിടെ കണ്ടോ 2 ടൈംസ് ഉണ്ട് അല്ലേ? 2 × 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 സ്ക്വയർ ആണ്. മൾട്ടിപ്ലൈഡ് ബൈ 3 × 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അപ്പൊ 36നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2 സ്ക്വയർ × 3 സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞേ, 100നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 100നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം 10 × 10 എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലേ? 10നെ നമുക്ക് ഏതൊക്കെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയി എഴുതാം? 2 × 5 മൾട്ടിപ്ലൈഡ് ബൈ 2 × 5 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് അല്ലേ ഉള്ളത്? അപ്പൊ അത് 2 സ്ക്വയർ ആണ് ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയാം അല്ലേ? അപ്പൊ 100നെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? 2 സ്ക്വയർ × 5 സ്ക്വയർ. ഇത് നിങ്ങൾ തന്നെ എക്സസൈസ് ചെയ്യാം. അതായത് കൂടുതൽ നമ്പേഴ്സ് എടുക്കുന്നു, അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് തന്നെ ലെവലാക്കി കൊണ്ടുവരാം. ഓക്കെ, ഇത് നിങ്ങളുടെ കയ്യിൽ സേഫ് ആണെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? HCFന്റെയും LCMന്റെയും ട്രിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, HCFന്റെ ട്രിക്കിലേക്ക് പോവാം. HCF എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ചങ്ങാതിമാരിലേക്ക് തിരിച്ചു പോവാണ്. 12 and 18ലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ അല്ലേ? 12നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, 12നേക്കാൾ ചെറിയ 2ന്റെ പവേഴ്സ് ഏതൊക്കെയാണ്? 12നേക്കാൾ ചെറുത് വരുന്നത് 2 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ 8 ഉണ്ട്. അപ്പൊ 8 ഒന്ന് എടുത്തു നോക്കാം. പക്ഷെ 8നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണ് കിട്ടുക? 24 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 12. അതുകൊണ്ട് നമുക്കത് ചൂസ് ചെയ്യാനാവില്ല. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് 4 എടുക്കുക. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. യെസ്, ഇറ്റ് ഇസ് പെർഫെക്റ്റ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 4 × 3 എന്ന് എഴുതാം. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ × 3 അല്ലേ? 2 സ്ക്വയർ ആണ് 4, × 3 ചെയ്താൽ നമുക്ക് 12 കിട്ടി. ഇനി 18 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 18നേക്കാൾ ചെറിയ 2ന്റെ പവേഴ്സ് 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, പിന്നെ വരുന്നത് 16 ആണ്. 16 ആണ് വരിക. പക്ഷെ 16 × 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 48 ആണ്. 8 × 3 എടുത്തു നോക്കിയാൽ അത് 24 ആണ്, അതും പറ്റില്ല. 4 × 3 എടുത്താൽ നമുക്ക് 12 വരും. പക്ഷേ 12നെ ഇനി വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 18ൽ എത്തിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് 4ഉം തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പിന്നെ ഏതാ വരിക? 2 ആണ് വരിക. ഓക്കെ, 2 നമ്മൾ എഴുതി. 2 × ഏത് നമ്പർ ചെയ്താലാണ് നമുക്ക് 18 കിട്ടുക? 2 × 9 ചെയ്താൽ നമുക്ക് 18 കിട്ടും. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയറും ആണ്. അതുകൊണ്ട് നമുക്കത് പിക്ക് ചെയ്യാം. എളുപ്പത്തിൽ നമുക്കത് പിക്ക് ചെയ്യാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് HCF കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരുന്ന കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. 2ഉം 3ഉം ആണ് അല്ലേ? 2ഉം 3ഉം ആണ് അതിന്റെ കോമൺ ഫാക്ടേഴ്സ്. അതിൽ ലീസ്റ്റ് പവേഴ്സ് എത്രയാണ്? ഓരോ നമ്പറിന്റെ ലീസ്റ്റ് പവേഴ്സ് എത്രയാണ്? ഇവിടെ അത് 2ന്റെ പവർ 2 ആണ്, ഇവിടെ 3ന്റെ പവർ 1, 2ന്റെ പവർ ഇവിടെ 1, 3ന്റെ പവർ ഇവിടെ 2 ആണ്. അപ്പൊ 2ൽ ഇവിടെ തന്നിരിക്കുന്നതിൽ 2ന് വരുന്ന ഏറ്റവും ലീസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് 2⁻1 എന്ന് എഴുതാം. 3ക്ക് ഇവിടെ തന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നതും 1 ആണ്. 3⁻1 എന്ന് എഴുതാം. ഇത് രണ്ടും നേരിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 3⁻1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 6 ആണ്. ഓർമ്മയില്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? ഒരുപാട് ഫാക്ടേഴ്സ് ഒക്കെ എഴുതി അതിൽ നിന്ന് കോമൺ ഫാക്ടേഴ്സിനെ ചൂസ് ചെയ്ത് അതിൽ നിന്ന് വലുത് കണ്ടുപിടിച്ചത് ഓർമ്മയില്ലേ? അങ്ങനെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു, നമ്മൾ ഡയറക്റ്റ് അതിന്റെ ലീസ്റ്റ് പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ HCF നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇത്രയും സിമ്പിളായ മെത്തേഡാണ് HCF കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് LCM കണ്ടുപിടിക്കാം. LCM ഇതേപോലെ തന്നെ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ × 3 എന്ന് എഴുതാം. അതേപോലെ തന്നെ 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 സ്ക്വയർ എന്നും എഴുതാം. ഓക്കെ, സെയിം മെത്തേഡാണ്. ഇവിടെ നമ്മൾ ചെയ്യുക ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക? ഇവിടെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും നോക്കുന്നു. ഏതൊക്കെയാണ് ഇവിടെയുള്ള ഫാക്ടേഴ്സ്? 2ഉം 3ഉം തന്നെയാണ്. 2ഉം 3ഉം തന്നെയാണ് ഫാക്ടേഴ്സ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതിൽ 2ന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാ? 2 ആണ്. അങ്ങനെയാണ് ഞാൻ ആ പവർ ഉപയോഗിച്ച് 2നെ റെപ്രസെന്റ് ചെയ്യുന്നു. 2 സ്ക്വയർ. ഇനി 3ന്റെ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പവർ ഏതാ? 2 ആണ്. അതുകൊണ്ട് ഞാൻ 3 സ്ക്വയർ എന്ന് എഴുതുന്നു. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു.
2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, 4 × 9 എന്ന് പറയുന്നത് 36 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നില്ലേ? LCM എന്തായിരുന്നു? 36 ആണ്. ഇത്രയും എളുപ്പത്തിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ അതിന്റെ LCM കണ്ടെത്തുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ മെത്തേഡാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ക്ലിയർ അല്ലേ? LCMഉം HCFും കണ്ടുപിടിക്കുന്ന ഫോർമുല വളരെ എളുപ്പമല്ലേ? ഓക്കെ. ഇനി നമ്മുടെ എക്സാംസിൽ, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു ചോദ്യത്തെ നമുക്ക് ടാക്കിൾ ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ഫാസ്റ്റ് ഫോർമുല നമുക്ക് വേണം. ഓക്കെയാണ്, അത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. LCMന് 2 നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സാണ് എയും ബിയും. ആ എയുടെയും ബിയുടെയും LCMനെ നമ്മൾ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ്. ഇവിടെ എന്താണ് ഈ ഫോർമുല കൊണ്ടുള്ള ഉപകാരം? നമുക്ക് 2 നമ്പേഴ്സ് തന്നു, അതിന്റെ LCM തന്നു, എന്നിട്ട് HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിച്ചൂടെ? ഇനി നേരെ മറിച്ച് LCMഉം HCFും നമുക്ക് തന്നു, ഒരു നമ്പറും തന്നു, മറ്റേ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? ഇതാണ് ഈ ഒരു ഫോർമുലയുടെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നേരത്തെ ആൾക്കാരെ തന്നെ എടുക്കാം. 12ഉം 18ഉം നമുക്ക് തന്നു. ഇതിന്റെ HCF നമുക്ക് പറയാണ് 6 ആണ്. HCF എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം എന്ത്? LCMനെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണുന്നു. എത്രയാണ്? 12 × 18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 216 കിട്ടും. HCF എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ 216 ഈക്വൽ ടു HCF 6 × LCM ആണ്. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 216 ഡിവൈഡഡ് ബൈ 6 ആണ്. അത് എത്രയാണ്? 36. ഇതല്ലേ നമുക്ക് കിട്ടിയ LCM. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? HCF = 4, LCM = 60 അല്ലേ? ഒരു നമ്പറും തന്നിട്ടുണ്ട്. മറ്റേ നമ്പർ കാണാനാണ് ചോദ്യം. ഓക്കെ ആണ്. എങ്ങനെയാണ് നമ്മൾ എഴുതുക? HCF × LCM ഈക്വൽ ടു എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണ്. HCF ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 4 ആണ്. 4 × 60 ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടും? ഒരു നമ്പർ നമുക്കറിയാലോ, 12 ആണ്. ഇൻറ്റു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഒന്നുമില്ല, ഇവിടുന്ന് തന്നെ 4ഉം 12ഉം നമുക്ക് കട്ട് ചെയ്യാം. 12ൽ 4 3 ടൈംസ് ആണ്. 3ഉം 60ഉം കട്ട് ചെയ്യാം. 60ൽ 3 പോവുക 20 ടൈംസ് ആണ്. അപ്പോൾ ബിയുടെ ആൻസർ കിട്ടുന്നു, വിച്ച് ഈസ് 20. ദ അതർ നമ്പർ ഈസ് 20 ആണ്. ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാംസിൽ സ്ഥിരം കണ്ടുവരാറുള്ളതുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ് പറയുന്നത്? 2 bells ring at an interval of 6 minutes and 8 minutes ആണ്. 2 ബെല്ലുകളുണ്ട്. ഒരു ബെല്ലിനെ ഞാൻ A എന്ന് വിളിക്കുകയാണ്, മറ്റൊരു ബെല്ലിനെ ഞാൻ B എന്ന് വിളിക്കുന്നു. ഇവര് റിങ് ചെയ്യുന്നത് 6 മിനിറ്റ്സിൻ്റെയും 8 മിനിറ്റ്സിൻ്റെയും ഇൻ്റർവെൽസിലാണ് റിങ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഇവർ റിങ് ചെയ്തത് 10 AM 10 AM 2 ബെല്ലുകളും ടുഗദർ റിങ് ചെയ്തത് 10 AM ചോദ്യം എന്താ? വെൻ വിൽ ദേ റിങ് അഗെയിൻ ടുഗദർ? ഇനി അവർ ഒരുമിച്ച് ഏത് ടൈമിലാണ് അവർ റിങ് ചെയ്യുക? ഒരുമിച്ച് റിങ് ചെയ്യുക, ടുഗദർ റിങ് ചെയ്യുക എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞേ, 10 മണിക്ക് റിങ് ചെയ്ത ഈ A എന്ന് പറയുന്ന ബെല്ല് ഇനി അടുത്തതായിട്ട് എപ്പോഴായിരിക്കും റിങ് ചെയ്യുക? യെസ്, 6 മിനിറ്റിന് ശേഷം 10:06 അത് റിങ് ചെയ്യുക. പിന്നീട് അത് 10:12 റിങ് ചെയ്യുന്നു, 10:18 റിങ് ചെയ്യുന്നു, 10:24 റിങ് ചെയ്യുന്നു. അടുത്തത് നോക്കിയേ, അടുത്തത് 8 മിനിറ്റ് ഇൻ്റർവെല്ലാണ് റിങ് ചെയ്യുക അല്ലേ? അപ്പോൾ അത് അടുത്തതായിട്ട് റിങ് ചെയ്യുക 10:08 10:16
പിന്നെ 10:24 ഓക്കെ അല്ലേ? നിങ്ങൾ പറഞ്ഞേ 10 മണിക്ക് അത് ഒരുമിച്ച് റിങ് ചെയ്തു. 10:06 അത് ഒരുമിച്ച് റിങ് ചെയ്യോ? ഇല്ല. 10:12 അത് ഒരുമിച്ച് റിങ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 10:18 അത് ഒരുമിച്ച് റിങ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ 10:24 അത് ഒരുമിച്ച് റിങ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ 10:24 AM ആണ്. 10:24 AM ആണ് അതിന്റെ ആൻസർ. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആ മിനിറ്റുകളെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മിനിറ്റുകളെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന ബെല്ലിനെ സംബന്ധിച്ചിടത്തോളം ആ മിനിറ്റുകൾ ഒന്ന് എഴുതിയേ. എ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം 6, 12, 18, 24 അല്ലേ? ബി എ സംബന്ധിച്ചിടത്തോളം 8 അല്ലേ? ബി എ സംബന്ധിച്ചിടത്തോളം 8, 16 ആൻഡ് 24 ആണ്. നോക്കിയേ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇതെന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി നമ്മൾ ചൂസ് ചെയ്ത നമ്പർ ഒന്ന് നോക്കിയേ. ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയത് 24 അല്ലേ? ഈ 24 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ വരുന്ന ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ അല്ലേ? അതായത് ഇതിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? അതായത് LCM അല്ലേ? യെസ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? LCM ആണ്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു? LCM കണ്ടുപിടിച്ചാൽ മതി. LCM കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നമ്മൾ എടുത്തില്ലേ? 6ഉം 8ഉം അല്ലേ? 6നെ നമുക്ക് ഏതൊക്കെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റായി എക്സ്പ്രസ് ചെയ്യാം? 2 × 3. ഇനി 8നെ ആണെങ്കിലോ 2 ക്യൂബ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്? 2ഉം 3ഉം അല്ലേ? 2ന്റെ ഹയസ്റ്റ് പവർ എന്താ? 3 ആണല്ലോ. 3യുടെ ഹയസ്റ്റ് പവർ എന്താ? 1 ആണല്ലോ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 3⁻1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 8 × 3 24. നമുക്ക് എളുപ്പത്തിൽ നമുക്കതിന്റെ LCM കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ അതിന്റെ ആൻസേഴ്സ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചെടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. അതാണ് HCF ആൻഡ് LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നന്നായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്കുകൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിലുള്ള മറ്റ് വീഡിയോസും കൂടി, നേരത്തെ എടുത്ത വീഡിയോസ് കൂടി ഒന്ന് എടുത്ത് കാണാൻ ശ്രമിക്കുക. അത് കണ്ടിന്യൂസ്ലി കാണുമ്പോൾ നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ബേസ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.